നമ്മളിങ്ങനെ ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ മാരാഴ്ചയിൽ ക്ഷേത്രത്തിൽ. മഹാവിഷ്ണുവിൻ്റെ ഒരു 80 അടി ഒരു പ്രതിമ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കല്ലിടലുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വൈകിട്ട് പോവുകയായിരുന്നു. രാവിലെയും വൈകിട്ടും ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് തിരക്കായിരുന്നു. അച്ഛനാണ് അവിടുത്തെ സെക്രട്ടറി. അങ്ങനെ മണമ്പൂർ അത് വളരെ കാമാണ്, നല്ല പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കവലൂർ റോഡൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് ആ കുറച്ച് സ്ഥലമൊക്കെ സത്യത്തിൽ നമുക്ക് ആ റോഡെല്ലാം നല്ല രസമാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഒരു ചെറിയ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അപ്പുറമുള്ള ആ മരങ്ങളും ഒരു നീറ്റ്നെസ്സും അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത് പോയാൽ ഈ ചില വണ്ടിക്കാരന്മാരുണ്ട്, ഒട്ടും പേഷ്യൻസ് ഇല്ലാത്ത കുറേ വണ്ടിക്കാർ. എന്താണ് അവർ ഈ റോഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ പിന്നെ ഒരു മാനേഴ്സ് ഉണ്ടായിരുന്നു ഈ വണ്ടി ഓടിക്കുമ്പോൾ ആളുകൾക്ക്. ഇതിപ്പോൾ ഒരു മാനേഴ്സും ഇല്ല, ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത ഒരു ഓട്ടിപ്പായി ഇപ്പോൾ കുറേ നാളുണ്ട്. കുറേ പേര് എന്താണ് അവരുടെ ഉദ്ദേശം? ഭയങ്കര ഈഗോയിസ്റ്റിക്കും എന്താണോ എന്തോ അവർക്ക് ഇങ്ങനെ ആയിപ്പോയാൽ. ഇപ്പോൾ കണ്ടത് ഈ ഓട്ടോ ഇങ്ങോട്ട് ഒതുക്കി നമ്മളിതാ പതുക്കെ വരെയാണ്. അവിടെ ഒരു സ്കൂൾ ബസ് നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ ഒരുത്തം വരുന്നുണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും വളവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരെയൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയുന്നത്. പെട്ടെന്നൊക്കെ ഇങ്ങനെ പാനിക്കായി കഴിഞ്ഞാലേ വന്ന് ഇടിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും പ്രശ്നമാണ്. പക്ഷേ ശ്രദ്ധിക്കണം പ്ലീസ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓടിക്കുന്നത് ഒഴിവാക്കുക. കുറച്ച് സമയമേ പോകത്തുള്ളൂ. കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കുക, പേഷ്യൻസ് ഉണ്ടാവുക. ബാക്കിൽ കിടന്നുള്ള ഹോണടി ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി തരുക പ്ലീസ്. അതൊരു വല്ലാത്ത പെട്ടെന്ന് ആ വളവിൽ കാണത്തുമില്ല ഈ വണ്ടി വരുന്നത്. അത് അവൻ വന്നേക്കുന്ന നമ്മൾ എവിടെയായിട്ട് ഒതുക്കും? കുറച്ചും കൂടെ സ്പേസിൽ